ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. എൻ്റെ വളക്കാപ്പിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇത് തലേ ദിവസത്തെ തൊട്ടിട്ടുള്ളതുണ്ട് കേട്ടോ. പിന്നെ മെയിനായിട്ട് ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും ഇടാൻ പറ്റാറില്ല. എനിക്ക് റെസ്റ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഒന്നിനും പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ പിന്നെ എന്തായാലും ഒന്ന് വളകാപ്പിൻ്റെ വീഡിയോസ് എല്ലാതും അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കിട്ടിയതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞങ്ങൾ രാത്രി തന്നെ പണി തുടങ്ങി, ഓരോരുത്തർക്കും ഓരോ പണി കൊടുത്തു. വാഴയിലയിലാണല്ലോ നമ്മൾ എഴുതി വളകാപ്പ് എന്നൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. മഞ്ഞപ്പൊടിയും അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ എഴുതിയത്. പിന്നെ നമ്മൾ വാഴയിലൊക്കെ വെട്ടി കൊണ്ടുവന്ന് നമ്മുടെ ജനലിൻ്റെ സൈഡിൽ ഇങ്ങനെ കുത്തി വയ്ക്കുകയൊക്കെയാണ് കേട്ടോ ചെയ്തത്. നല്ല റിസ്ക് ആയിരുന്നു. യൂട്യൂബിലൊക്കെ നോക്കി ഉണ്ടാക്കിയാണ്. മറ്റുള്ളവർ ഉണ്ടാക്കി കാണുമ്പോൾ നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചെയ്യാൻ നോക്കിയപ്പോൾ ഭയങ്കര പാടായിരുന്നു കേട്ടോ. പക്ഷെ എന്നാലും നമ്മളൊരു വിധമൊക്കെ സെറ്റാക്കി. പിന്നെ വരയ്ക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് ചേട്ടൻ വരച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ഇവിടെ എല്ലാവരും വിരുന്നുകാരൊക്കെ തലേ ദിവസം വന്നവരും ഒക്കെ ഉണ്ടായിരുന്നു. മാമൻ്റെ മക്കളും അതുപോലെ എൻ്റെ നാത്തൂമാരും ഉണ്ണിയാളും എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെ ചുടുകുട്ടി കൂടെ ഞങ്ങളെ സഹായിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. മൂപ്പരാൾ ഇതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞങ്ങളൊരു ഡാൻസൊക്കെ കളിക്കാൻ, ഡാൻസല്ല, ഒരു റീൽസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ട്രൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് സ്റ്റെപ്പ് എന്നൊക്കെ നോക്കുകയാണ്. ആദ്യമൊന്നും റെഡിയായൊന്നുമില്ല. പിന്നെ ഞങ്ങളങ്ങോട്ട് ഒരുവിധമൊക്കെ നമ്മളെ കൊണ്ടും പറ്റും എന്നുള്ള രീതിയിലൊക്കെ അങ്ങോട്ട് സെറ്റ് ചെയ്തു കേട്ടോ. പിന്നെ എനിക്ക് റെസ്റ്റൊക്കെ ആയതുകൊണ്ട് തന്നെ വീഡിയോസിലധികം എൻ്റെ വീഡിയോ ആണെങ്കിലും ഞാനില്ലല്ലോ എന്ന് വിചാരിക്കരുത് കേട്ടോ. പിന്നെ എനിക്കിപ്പോൾ സംസാരിക്കുമ്പോൾ ചെറുതായിട്ടൊരു കിതപ്പുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോയിൽ തോന്നുന്നുണ്ടെങ്കിൽ സോറി കേട്ടോ. കാരണം എനിക്ക് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. പ്രഗ്നൻ്റ് ആയവർക്ക് അറിയാമല്ലോ, നമുക്കിപ്പോൾ ഇങ്ങനെ ബ്രീത്തിങ്ങിന് ഒരു ബുദ്ധിമുട്ടുള്ള പോലെ തോന്നുന്നത്. അപ്പോൾ അതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇനിയുള്ള വീഡിയോസ് ഇട്ടിട്ട് മോർണിംഗിലാണ് കേട്ടോ. അപ്പോൾ രാവിലെ എല്ലാവരും എണീറ്റ് ചിലർ കുളിക്കുന്നുണ്ട്, എണീറ്റ് മൊബൈൽ നോക്കുന്നപ്പോൾ ആര്യയുടെ കയ്യിലാണ് കേട്ടോ ഞാൻ വീഡിയോ എടുക്കുക ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ വീഡിയോസൊന്നും ഒരുപാടൊന്നും എടുക്കാനൊന്നും പറ്റിയിട്ടില്ല. എടുത്തതൊക്കെ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നലെ രാത്രി ചെയ്തതൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ അമ്മ അടുക്കളയിൽ ചായ കടി ഉണ്ടാക്കുന്നതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ എൻ്റെ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കിടക്കുകയാണ് കേട്ടോ. അങ്ങനെ കിടന്ന് കുറച്ച് കഴിഞ്ഞ ആൾക്കാരൊക്കെ വന്നതിന് ശേഷമാണ് കേട്ടോ ഞാൻ മേക്കപ്പ് ചെയ്തത്. എനിക്ക് അധികം നേരം നിൽക്കാനും ഇതിനൊക്കെ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നേരത്തെ തന്നെ ഒരുങ്ങിയിരുന്ന് ബുദ്ധിമുട്ടുണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഓരോരുത്തരായിട്ട് അവിടെ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നവരുണ്ട്, ഒറ്റയ്ക്ക് ചെയ്യുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ കഴുത്തൊക്കെ ഭയങ്കരമായിട്ട് ഡാർക്കായി, കുറച്ച് തടിയൊക്കെ വെച്ച് സാരി ഉടുത്തപ്പോഴാണ് എനിക്കത് കറക്റ്റ് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഇതായിരുന്നു കേട്ടോ എൻ്റെ സാരി. ഒരു ബ്ലൂവും പിന്നെ ഒരു എന്താ പറയുക, ഒരു തരം പച്ചയും പിന്നെ ഒരു മെറൂണും കൂടെ ആഡ് ചെയ്തിട്ടുള്ള മിക്സ് ആയിട്ടുള്ള ഒരു സാരി ആയിരുന്നു കേട്ടോ. അങ്ങനെ ഓരോരുത്തരൊക്കെ വന്നിട്ട് ഇങ്ങനെ ഓരോ റൂമിൽ ഓരോരുത്തർ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് വളകാപ്പിന് തരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ള മധുര പലഹാരങ്ങൾ, ലഡു, ജിലേബി, അത് മൈസൂർ പാക്ക്, പഴം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ കസാരയൊക്കെ വെച്ച് ഇങ്ങനെ അടക്കി വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ഇവരെല്ലാവരും എന്നത് കൊണ്ടുവരുന്ന ഒരു ഭാഗമാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ നാത്തുമാർ രണ്ടുപേരും അനിയത്തിമാരൊക്കെ ബാക്കിൽ നടന്ന് അങ്ങനെ എന്നെ അവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിട്ടോ. എനിക്ക് കുറച്ച് നാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇരിക്കാൻ ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അതിന് ശേഷം ആദ്യം എൻ്റെ അമ്മ വന്ന് മഞ്ഞളൊക്കെ തേച്ച് തന്ന്, നമുക്കിത് എങ്ങനെയാണെന്നൊന്നും അറിയില്ല, നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട് അങ്ങനെയൊക്കെയാണല്ലോ നമ്മളിത്. കുറേയൊക്കെ ശരിയൊക്കെ ഉണ്ടാവും, കുറേതൊക്കെ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല. പക്ഷെ നമുക്കറിയുന്ന പോലെ നമ്മൾ ചെറിയൊരു ഫംഗ്ഷനായിട്ട് ചെറിയൊരു രീതിയിൽ നടത്തിയെന്ന് മാത്രം കേട്ടോ. അങ്ങനെ മഞ്ഞപ്പൊടി തേച്ച് തന്നു. അതിനുശേഷം എനിക്ക് രണ്ട് കയ്യിലും വളയൊക്കെ ഇട്ട് തന്നു. പിന്നെ വായയിലും മധുരമൊക്കെ ലഡുവൊക്കെ വെച്ച് തന്നു കേട്ടോ. പിന്നെ ഓരോരുത്തരായിട്ട് വന്നിട്ട് അങ്ങനെ തേച്ച് തരലും കാര്യങ്ങളൊക്കെ ആയിരുന്നു.
അങ്ങനെ നമ്മളെ ചടങ്ങൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എനിക്ക് അപ്പോഴേക്കും വിശന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കോഴി ബിരിയാണി ആയിരുന്നു. അപ്പോൾ ബിരിയാണിയൊക്കെ എടുത്തിട്ട് ഞാൻ വേഗം കഴിക്കാൻ കേട്ടോ. ഞാൻ ആരും വെയിറ്റ് ചെയ്തില്ല, എനിക്ക് വിശന്നിട്ട് കണ്ണ് കാണുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വേഗം അവരെ കൂടെ ഇരുന്ന് ഉണ്ണിയാൾ കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെ കൂടെ ഇരുന്നിട്ട് ഞാൻ ബിരിയാണി കഴിച്ചു. നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ ഒടുക്കത്തെ വിശപ്പുണ്ടായിരുന്നു. വിശപ്പുണ്ടാണോ എന്നറിയില്ല. അങ്ങനെ ഇപ്പോൾ ഒരു കുഞ്ഞ് വീഡിയോ ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.